എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കീഴിൽ റിയാക്ഷൻ ആണ് ബസൂക്ക സിനിമയുടെ ഒരു ന്യൂ പോസ്റ്റർ വന്നിട്ടുണ്ട്, ഒരു കവർ ഫോട്ടോയും വന്നിട്ടുണ്ട്. മമ്മൂക്ക ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജിന്റെ കവർ ഫോട്ടോ മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇതുവരെ ഡൊമിനിക്കായിരുന്നു ഭരിച്ചുകൊണ്ടിരുന്നത്, ആ ഡൊമിനിക്കിനടുത്ത് മാറ്റിയിട്ട് അവിടെ ഇപ്പോൾ ബസൂക്ക കയറിയിട്ടുണ്ട്. ഒരു ഒന്നൊന്നര ഫോട്ടോ കേട്ടോ. ഭീകര സാധനം. എന്തായാലും ഈ ഒരു ഫോട്ടോ വന്നത് കൊണ്ട് ഒരുപാട് പേർക്ക് ആശ്വാസം കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മളൊക്കെ ഭയങ്കര ടെൻഷനിലായിരുന്നു, എന്തൊക്കെ കേട്ടാലും. ഇപ്പോൾ ഫേക്ക് ന്യൂസ് ഒരുപാട് വരുന്നുണ്ട്, അതിലൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് ടെൻഷൻ മാത്രമല്ല ഭയങ്കരമായിട്ട് അങ്ങ് ഡൗൺ ആയിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ ഒരു സമാധാനം കിട്ടി ഈ ഒരൊറ്റ പോസ്റ്റർ കൊണ്ട്. പിന്നെ അല്ലാണ്ട് ശരിക്കും സിറ്റുവേഷൻ എന്താണ് ഏതാണെന്ന് പോലും അറിയില്ല നമുക്ക്. പക്ഷെ ഇങ്ങനത്തെ ഒരു സാധനം കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ. ഇത് കണ്ടപ്പോ തന്നെ ഓക്കെ, സെറ്റ്, ഭയങ്കരമായിട്ട് റിലീഫായി. അതാണ്. പിന്നെന്താ, പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിഗ് എംസിന്റെ വിളയാട്ടം എന്നൊക്കെ പറയാം. ഇന്നലെ മറ്റൊരാൾ അപ്പുറത്ത് തകർക്കുന്നു, അപ്പോഴേക്കും അടുത്ത ആള് തകർക്കുന്നു. എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും സ്റ്റെപ്പനെ ഒരു രക്ഷയില്ല. എമ്പുരാനാണ് ഇപ്പൊ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ, എമ്പുരാൻ 27-ാം തീയതി റിലീസിനെത്തുന്നുണ്ട്. അതിന്റെ അപ്ഡേറ്റ്സുകൾ സോഷ്യൽ മീഡിയ കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനിടയിൽ മമ്മൂക്കയും വരണ്ടേ? പിന്നെ തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെ ഒരു വരവ് അറിയിച്ചിട്ടുണ്ട്. ബസൂക്കയുടെ ഒരു കിടിലൻ പോസ്റ്ററാണ് വന്നിരിക്കുന്നത്. കാണാം. ഇതാണ് പോസ്റ്റർ. ലുക്ക് തന്നെയാണ് ആദ്യം എടുത്ത് പറയേണ്ടത്. സ്റ്റൈലിഷ് ലുക്കിൽ മമ്മൂക്ക വന്ന് നിന്നാ പിന്നെ അതൊക്കെ അപ്പുറം വേറൊന്നില്ല. ഈ സംഭവം നമ്മള് മറ്റേ പോസ്റ്ററിന്റെ അല്ലല്ല, ഇത് ജാക്കറ്റ് ഇട്ടല്ലോ, ഇത് നോർമൽ ഷർട്ടിൽ തന്നെയുള്ള ഏതോ ഒരു ഫൈറ്റ് സീനിന്റെ സാധനമാണെന്ന് തോന്നുന്നു. കണ്ടിട്ടില്ല, എക്സ്പ്രഷൻ ഒക്കെ കണ്ടിട്ട് കലിപ്പാണ്. പിന്നെ ഹെയർ സ്റ്റൈൽ ഉണ്ടല്ലേ, കുറച്ച് നെറ്റിയിലേക്ക് ഇങ്ങനെ ഒന്ന് കിടത്തിയിട്ടുണ്ട് അല്ലേ, മറ്റത് ബാക്കിൽ കെട്ടിയും വെച്ചിട്ടുണ്ട്. അതെ അതെ, ഏതാണ്ട് എപ്പോഴും കെട്ടി വെച്ചിട്ടുള്ള രീതി തന്നെയാണ് തോന്നുന്നത്. ഇങ്ങനത്തെ ലുക്കിൽ വരുന്ന സമയത്തൊക്കെ അതുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതായത് ഈ ഹൂഡി, ജാക്കറ്റ് അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് മറ്റേ എക്സിക്യൂട്ടീവിൽ ആ സാധനം ഇല്ല. സ്യൂട്ട് ഇട്ട് വരുന്ന സമയത്ത് അങ്ങനത്തെ ഒരു സാധനം ഇല്ല. പിന്നെ ആ ഫൈറ്റിലും ഇല്ല. അപ്പൊ ഒക്കെ നോർമലാണ്. അതെ. അപ്പൊ മറ്റൊരു ഒരു ഫേസ് അങ്ങ് മാറിയിട്ട് വേറെ ഫേസിലേക്ക് വരുമ്പോഴായിരിക്കാം മേ ബി ആളുടെ ഈ ഒരു ടെറർ ലുക്കിലേക്ക് ആളിത് കെട്ടിവെക്കുന്നത്. ടെറർ സ്റ്റൈലിഷ് അങ്ങനെയൊക്കെ പറയാം. ഇജാതി സാധനത്തിനൊക്കെ എപ്പോഴും അങ്ങനെ പറയാം, സ്റ്റൈലിഷ് ലുക്ക് എന്ന് പറയാം ഈ ഒരു കെട്ടൊക്കെ കിട്ടുന്നത്. പിന്നെ ഈ ചില സിനിമകളുണ്ടല്ലേ, ഈ മടക്ക് കുത്തുക അല്ലെങ്കിൽ മുടി കെട്ടുക, ഇതൊക്കെ എന്തോ ഒരു കാര്യത്തിന് തുനിഞ്ഞിറങ്ങുന്നതിന്റെ ഒരു ആദ്യപടിയാണ്. സത്യം. തീരുമാനിച്ചു എന്തോ. ഇപ്പോൾ എന്താ മുടി കെട്ടുന്നതന്നെ നമുക്ക് ദൈവത്തിന്റെ സ്വന്തം ക്ലീറ്റസ് ഇല്ലേ, അതിലുണ്ടല്ലോ ഒരു മുടികെട്ടല്, അതിൽ നമുക്ക് മനസ്സിലാവും എന്താ പരിപാടി ഉണ്ട് എന്നുള്ള രീതിയിൽ തോന്നുമല്ലോ. അതുപോലെ തന്നെ ആയിരിക്കാം മേ ബി ഇത്. ഓക്കെ, എന്തായാലും കിടിലൻ കോസ്റ്റ്യൂമാണ്, നല്ല ലുക്കാണ്. ഇത് പോലീസ് സ്റ്റേഷനൊന്നും അല്ലല്ലേ? സ്റ്റേഷനൊന്നല്ല, വേറെ ഏതോ ഒരു ഏരിയ ആണ്, അവിടെ വെച്ചിട്ടാണ് സംഭവം. എന്തായാലും April 10 സിനിമ റിലീസ് ആവുകയാണ്. വേൾഡ് വൈഡ് സിനിമ തിയേറ്ററിലേക്ക് എത്തും. ബസൂക്ക, ഡീനോ ഡെന്നിസ് ആണ് ഈ സിനിമ സംവിധാനം ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഈ ഒരു ന്യൂസ് കളിക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു പോസ്റ്റർ കൊണ്ട് ഉണ്ടാക്കിയ ഒരു ആശ്വാസം അത് ഭീകരമാണ്. അതിപ്പോ നേരത്തെ പറഞ്ഞ പോലെ അത് ഭയങ്കരമായിട്ടുള്ള ഒരു ആശ്വാസമാണ് നമുക്ക്. അത് കാരണം കേട്ടുകൊണ്ടിരിക്കുന്ന ന്യൂസുകളിൽ നിന്ന് പെട്ടെന്ന് ഇങ്ങനത്തെ ഒരു പോസ്റ്റർ അങ്ങ് വന്ന് ഇത് മമ്മൂക്കെ ഷെയർ ചെയ്തു, മൊത്തത്തിൽ അങ്ങ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ആശ്വാസം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടാണ്. അത് ഒരുപാടുണ്ട്. അതായത് സോഷ്യൽ മീഡിയയില് ഒരുപാട് ഫേക്ക് ന്യൂസ് കളിക്കുന്നുണ്ട്. അതിലെ സിനിമാ സംബന്ധമായിട്ടുള്ള ഫേക്ക് ന്യൂസുകളാണ്. ഒന്ന്, ബസൂക്ക April 10 റിലീസ് ആവില്ല ഒന്ന്. പിന്നെ MMN അത് നിർത്തിവെച്ചു, സിനിമ ഉപേക്ഷിച്ചു എന്നുള്ള രീതിയിൽ ന്യൂസ് വരുന്നുണ്ട്. പിന്നെ നിതീഷ് സഹദേവൻ്റെ മൂവി ഹോൾഡ് ചെയ്തു, പിന്നെ ടിനു പാപ്പച്ചൻ മൂവി ഹോൾഡ് ചെയ്തു. ഈ രീതിയിലൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ടുള്ള റൂമേഴ്സ്. അപ്പോൾ അതിനിടയിലാണ് എല്ലാ റൂമറിനെയും മാറ്റിക്കൊണ്ട് ഈ ഒരു പോസ്റ്റർ. അത് അങ്ങനെ വേണം. അതെ, അപ്പോഴാണ് മറ്റുള്ള പ്രേക്ഷകർ അല്ലെങ്കിൽ കാത്തിരിക്കുന്ന ആൾക്കാർ എങ്ങനെയായിരിക്കും ചിന്തിക്കാന്നുള്ളത് നമുക്ക് അറിയില്ലല്ലോ. അപ്പം കൂടുതലായിട്ട് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുന്ന ഇതിലൂടെയൊക്കെ തന്നെയാണ്. ഈ ഒരു പോസ്റ്റിന്റെ അടിയിലെ കമന്റ്സ് നോക്കിയാൽ അറിയാം. സാധാരണ ഒരു മമ്മൂക്ക ചിത്രത്തിന്റെ ഫോട്ടോയോ അല്ലെങ്കിൽ പോസ്റ്ററോ വന്നു കഴിഞ്ഞാൽ മാസമായിട്ടുള്ള കിടിലൻ കമന്റ്സ് ആയിരിക്കും. അതെ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇന്നലെ സംഭവിച്ചത് സ്നേഹ പെരുമഴയാണ്. അതാണ്, സ്നേഹം കൊണ്ടുള്ള കമന്റ്സുകളാണ്. സ്നേഹം വാരി കോരി എറിയുകയാണ്. കാരണം
അതങ്ങനെയാണ്, മലയാളികളുടെ ഒരു പ്രത്യേകത കൂടിയാണ് അങ്ങനെ. ഒരു കമന്റ് ഇതാണ്, ദിസ് പോസ്റ്റ് മേക്സ് മീ വെരി ഹാപ്പി മമ്മുക്ക പ്രേയേഴ്സ് എന്നാണ് ഒരു കമന്റ് കേട്ടോ. കുറച്ച് ദിവസങ്ങളായി മനസ്സിന് വല്ലാത്തൊരു മരവിപ്പായിരുന്നു. സത്യം, ഈ ഒരു മരവിപ്പ് ഈ ന്യൂസ് കേട്ട ആർക്കും തോന്നും, എല്ലാവർക്കും ഉണ്ടാവും. ഈ പോസ്റ്റ് കണ്ടപ്പോൾ ആശ്വാസം തോന്നുന്നു, ഒപ്പം സന്തോഷവും. ഈ കമന്റ് ബോക്സ് നിറയെ സ്നേഹത്തിന്റെ പെരുമഴ. അടുത്ത കമന്റാണ്, ഇങ്ങനെ സ്നേഹിക്കപ്പെടാനും ഒരു ഭാഗ്യം വേണമെന്ന്. സത്യം കേട്ടോ. മലയാളികൾക്ക് മലയാളികൾക്ക് എന്നല്ല, ഇങ്ങനെ ഒരു ഇഷ്ടപ്പെടാനേ, ഒരാളോട് ഒരു ഇഷ്ടം തോന്നുന്നു പറഞ്ഞിട്ടുണ്ടല്ലോ, അതിനൊരു ഭാഗ്യം തന്നെയാണ്. മമ്മൂക്ക പോസ്റ്റ് ഇട്ടു എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മക്കൾക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായിരുന്നു. ഓ, കണ്ണില്ലെങ്കിലേ കണ്ണിൻ്റെ വിലയറിയൂ എന്ന് പറയും പോലെ കുറച്ച് മണിക്കൂറുകൾ മലയാള സിനിമാ പ്രേക്ഷകർ അക്ഷരാർത്ഥത്തിൽ ഞെട്ടലോടെയാണ് ആ ഒരു മഞ്ഞ ന്യൂസ് വാർത്ത കേട്ടത്, അത് ആശങ്കപ്പെട്ടതും. അപ്പോൾ അതിൽ നിന്നുള്ളൊരു റിലീഫാണിത്. ഓക്കെ, ഒരു ജനതയുടെ ഉയിരാണ് നിങ്ങൾ. ഇന്ന് ജീവിച്ചിരിക്കുന്നവരുടെ 99% നിങ്ങളെ കണ്ടാണ് വളർന്നത്. ആ കടത്തുകാരൻ തൊട്ട് ഇന്ന് ഡൊമിനിക് വരെ എന്നും പ്രാർത്ഥന മാത്രം. കടത്തുകാരൻ ഫസ്റ്റ് ക്യാരക്ടർ. ഡോണ്ട് വറി ഈസ് ഫൈൻ, ഇക്ക സുഖമായിരിക്കുന്നു. അത് കേട്ടാൽ ഒരു സുഖമാണ്, മനസ്സിനൊരു സുഖമാണ്. വന്നിട്ട് എസ്സല്ലേ ആ മസ് ഇടയ്ക്കൂടി ഉണ്ടല്ലേ. വലിയ സന്തോഷം മമ്മൂക്ക, ഗുഡ് ലക്ക്. ആരോഗ്യ സൗഖ്യം നേരുന്നു. ഈസ് ബാക്ക്. മാസമുണ്ട്, ക്ലാസ്സുണ്ട്, സെന്റിമെന്റ്സും ഉണ്ട്, എല്ലാം കൂടി മൊത്തത്തിലുള്ളൊരു ഇതാണ് കമന്റ് ബോക്സ്. ഏതാ ജോണർ എന്നുള്ളത് പറയാൻ പറ്റില്ല, മൊത്തത്തിലാണ് ഒരു പക്ക ഒരു എന്താ പറയാ, എല്ലാം കൂടി കൂടിയിട്ടുള്ള ഒരു സാധനം. അതെ, അല്ല പിന്നെ അതിലുണ്ടൊരു ത്രില്ലല്ലേ, അതിലെല്ലാം ഉണ്ട്. അതായത് ഒരുപാട് പേർക്കുള്ള മറുപടിയാണിത്. പിന്നെ ഒരു മാറ്റം ഇല്ലാതെ ഇതിവിടെ തുടരും എന്നുള്ള രീതിയിൽ തന്നെ. അല്ല പിന്നെ അല്ല. ഓ, അടുത്തത് മുത്ത്. സത്യം പറഞ്ഞാൽ ഇന്നലെ രാത്രി സുഖമില്ല, ആശുപത്രിയിലാണ് എന്നറിഞ്ഞപ്പോൾ ഭയങ്കര ടെൻഷനായിരുന്നു. നേരം വെളുക്കുമ്പോൾ സുഖമായിരിക്കുന്നു എന്നറിയാൻ ഇടവരണേ എന്ന് പ്രാർത്ഥിച്ചു. രാവിലെ ഫേസ്ബുക്കിൽ കൂടി ജോബി ജോസഫ് സുഖമായിരിക്കുന്നു എന്ന് പോസ്റ്റ് ഇട്ടിരിക്കുന്നത് കണ്ടപ്പോഴാണ് സമാധാനമായത്. എന്തോ ഒരുപാട് ഇഷ്ടമാണ് മമ്മൂക്കെ. എൻ്റെ പൊന്നു മമ്മൂക്ക, തീറ്റിച്ചല്ലോ. ഫേക്കാണെന്ന് അറിഞ്ഞപ്പോഴാണ് സമാധാനമായത്. എന്തോ മൊത്തത്തിൽ ഒരു മരവിപ്പായിരുന്നു. ഈ പോസ്റ്റ് കാണുമ്പോഴും എന്താണെന്നറിയില്ല, കണ്ണ് നിറയുന്നു. ഓഹ് മമ്മൂക്ക, നിങ്ങൾക്ക് സുഖം തന്നെയല്ലേ? പലതും കേൾക്കുന്നു, ഒന്നും സത്യമാവല്ലേ എന്നൊരു പ്രാർത്ഥന മാത്രം. കുട്ടിക്കാലത്ത് പൂരപ്പറമ്പിൽ നിന്ന് കളിപ്പാട്ടങ്ങൾക്ക് പകരം അങ്ങയുടെ ഫോട്ടോകളാണ് ഞാൻ വാങ്ങിയിരുന്നത്. മോനെ, അതൊക്കെ ഒരു കാലം. അയ്യോ, പണ്ടിങ്ങനെ സിനിമ നടന്മാരുടെ പോസ്റ്റേഴ്സ് ഇങ്ങനെ നിരത്തി വെക്കൂലോ. ശരിക്കും ഞാൻ തന്നെയാണ്. നിനക്കും അങ്ങനെ ഉണ്ടായിരുന്നോ? എനിക്കും ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ഓരോ സമയത്ത് ഞാൻ അങ്ങനെ ആലോചിക്കുന്നു, ഞാനൊക്കെ ഹൃതിക് റോഷന്റെ ഒക്കെ ഫോട്ടോ മേടിച്ചത്. ഞാൻ 2 ഫോട്ടോ വാങ്ങിയിട്ടുള്ളൂ. ഞാൻ എപ്പോഴും 2 ഫോട്ടോ വാങ്ങാം. അതായത് ഞാൻ എപ്പോഴും ഉത്സവത്തിനായാലും പള്ളിപ്പെരുന്നാളിനായാലും ആദ്യം പോകുന്നത് 2 കാര്യങ്ങൾക്കാണ്. ഒന്ന് ഇങ്ങനെയുള്ള ചിത്രങ്ങൾ നിരത്തി വെച്ചിരിക്കുന്ന ആ ഒരു ഏരിയയിലേക്ക്, പിന്നെ ഈ നല്ല മാല വള ഒക്കെ കിട്ടുന്ന, അത് ആണുങ്ങൾക്ക് പറ്റുന്ന രീതിയിലുള്ള മോതിരങ്ങളൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരു ഏരിയയിലേക്കും പോകും. അതിൽ ഈ ഫോട്ടോസ് എടുക്കുമ്പോൾ ഞാൻ വാങ്ങിയിട്ടുള്ളത് ഒന്ന് ലയണൽ മെസ്സി, ഒന്ന് ഹൃതിക് റോഷൻ. ഹൃതിക് റോഷൻ എന്താ അറിയോ, അത് 90s കിഡ്സിനൊക്കെ അറിയാം. ഹൃതിക് റോഷൻ ഒരു ഹരമായിരുന്നു. അതാ വന്ന സമയം മുതല് ഞാൻ ഇപ്പോഴും ആലോചിക്കുന്നുണ്ട്. മെസ്സിന്റെ ഒന്നും നമ്മൾ പിന്നെ അതിനുശേഷം അങ്ങനത്തെ ഫോട്ടോസിലേക്കൊന്നും നമ്മൾ പോയിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് ആ ഒരു സമയത്ത് നമ്മൾ പഠിക്കുന്ന സമയത്ത് ഹൃതിക് റോഷനാണ് താരം. ഞാന് മെസ്സിയുടെ ഫോട്ടോ കലണ്ടറിലൊക്കെ കൊണ്ട് ഒട്ടി, കട്ട് ചെയ്യല്ല, അത് വാങ്ങിയിട്ട് അതുപോലെ അത് വലുത്. പിന്നെ ഹൃതിക് റോഷൻ്റെത് ധൂമിലെ ലുക്ക് ഉണ്ടല്ലോ, അന്ന് അതുപോലെ ഹെയർ സ്റ്റൈലൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ പ്ലാൻ ചെയ്ത് പക്ഷെ അത് വേറെ രീതി ചട്ടി കമത്തി വെച്ച പോലെ. ഇതിന്റെ ഏറ്റവും വലിയ കോമഡി നമ്മളിങ്ങനെ ഫോട്ടോ കണ്ടിട്ട് ഇതേപോലെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചെയ്യാനിരിക്കും. ചെയ്ത് കഴിഞ്ഞ് നോക്കുമ്പോഴായിരിക്കും ഇത് ഏത് കോല, അതും ഇതും വേറെ ആയിരിക്കും. നല്ല വ്യത്യാസം. അതിപ്പോഴും അങ്ങനെ എന്താന്ന് അറിഞ്ഞൂടാ. പിന്നെ നമുക്ക് മനസ്സിലായി മറ്റുള്ളവരുടെ പോലെ ആവാനല്ല, നമ്മൾ നമ്മുടായിട്ട് മാറുക. നമുക്ക് നമ്മുടേതായ സ്റ്റൈലുണ്ട്. അത് ഏത് ചെയ്യുമ്പോഴാണോ കിട്ടുന്നത് നമുക്ക് തന്നെ മനസ്സിലാവും. അതിൽ പിടിച്ചോളാം, അത്രേ ഉള്ളൂ. ഓക്കെ, ഏറ്റവും പ്രിയപ്പെട്ട ആർക്കോ എന്തോ സംഭവിച്ച പോലെയായിരുന്നു. ഫോട്ടോ കണ്ടപ്പോൾ ഒരു സമാധാനം കണ്ട്. ഒറ്റ പോസ്റ്റർ കൊണ്ട് ഒരു വലിയ
ഒരു കൂട്ടം ജനതയെ മൊത്തത്തിൽ സമാധാനപ്പെടുത്തിയിരിക്കുകയാണ് ശരിക്കും. അത് വേറെ എന്താ പറയാ, ഇത് ഇവർക്കൊക്കെ എന്തെങ്കിലും വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് സഹിക്കാൻ പറ്റില്ല. അത് നമ്മുടെ കൂട്ടത്തെ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ആർക്കോ എന്തോ സംഭവിക്കുന്ന ഒരു ഫീലിംഗ് ആണ്. അത് സത്യമായിട്ടുള്ള കാര്യം കേട്ടോ. നമ്മുടെ ഫാമിലിയിൽ ഒരാൾക്ക് വയ്യാണ്ടിരിക്കുന്ന ആ ഒരു ഫീലാണ് നമുക്ക് കിട്ടിയത്, സുഖമില്ല എന്ന് കേട്ടപ്പോൾ. പക്ഷെ പിന്നീട് നമ്മൾ അറിയുന്ന കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ അങ്ങനത്തെ അതിന് മാത്രം ഭയങ്കരമായിട്ട് ഉള്ള സംഭവം ഒന്നും അല്ല എന്നുള്ളതാണ് നമ്മൾ അറിഞ്ഞത്. പിന്നെ ഈ ന്യൂസ് വിറ്റ് കാശാക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്, അതൊക്കെ കാണുമ്പോൾ ഭയങ്കരമായിട്ട് ഒരു വേദന തോന്നും. ഇപ്പൊ നമ്മോട് അതെ നമ്മോട് പലരും പറഞ്ഞു നിങ്ങൾ അതിനെക്കുറിച്ച് സംസാരിക്കണം, അതിനെക്കുറിച്ച് വീഡിയോ. ഞങ്ങൾക്ക് തോന്നിയ കാര്യം അത്രേ ഉള്ളൂ. അത് എത്രമാത്രം അത് ശരിയാണെന്ന് പോലും നമുക്കറിയില്ല. ഇനി ശരിയാണെങ്കിലും അല്ലെങ്കിലും ഇനി അതെ ആ ഒരു അവസ്ഥ എന്ന് പറഞ്ഞത് ഒരാളുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ്. അത് അയാൾ ഇനിയിപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അയാൾ എന്തുമാത്രം അത് ഓർത്ത് ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും എന്നറിയോ. അങ്ങനത്തെ ഒരു സ്ഥാനത്ത് നമ്മൾ ഇനി അതിന്റെ ആ രോഗത്തെ കുറിച്ച് അങ്ങ് വർണ്ണിച്ച് അതിനെക്കുറിച്ച് വലിയ സംഭവം എന്തിനു മറ്റുള്ള ഒരാളെ വേദനിപ്പിക്കേണ്ട ഒരു ആവശ്യമില്ല. നമുക്കറിയാം, ഇതിപ്പോ എനിക്ക് എന്തെങ്കിലും ഒരു അസുഖം ഉണ്ടെങ്കിൽ അത് എനിക്കറിയാം. അതിപ്പോ ഞാൻ നിങ്ങളോട് പറഞ്ഞ് പിന്നെ അത് മനുഷ്യനല്ലേ. ഇപ്പൊ മെഗാസ്റ്റാർ ഒക്കെ സിനിമയില് ജീവിതത്തില് ആള് ഒരു പച്ചയ മനുഷ്യനല്ലേ. പിന്നെ ആൾക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ ഇത്രയും സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥ വരുമ്പോൾ ശരിക്കും ആളുടെ എനിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആളുടെ ആ ഒരു അവസ്ഥയിൽ ശരിക്കും അത് പിന്നോട്ട് വലിക്കാനേ അത് ഉപകരിക്കുള്ളൂ. അത് ഒരു പോസിറ്റിവിറ്റി കിട്ടൂല. അത് വേറൊരു കാര്യം എന്ന് വെച്ചാൽ അയാളെ മാത്രമല്ല, അയാളെ ചുറ്റിപ്പറ്റി അയാളെ ഫാമിലി അവരെയൊക്കെ ഭയങ്കരമായിട്ട് ബാധിക്കുന്ന സാധനമാണ്. ഇത് വെറുതെ ആവശ്യമില്ലാണ്ട് അങ്ങനെ ഒരു അസുഖം ഉണ്ടെങ്കിൽ അത് മാറിയിട്ട് പെട്ടെന്ന് വരിക എന്നുള്ളത് നമ്മൾ പ്രാർത്ഥിക്കാന്നല്ലാണ്ട് അതിനകത്ത് കയറിയിട്ട് പിന്നെ ചൊറിഞ്ഞും മാന്തിയും അത് ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ചെയ്യേണ്ട ഒരാവശ്യമില്ല. അത്രേ ഉള്ളൂ. അതുകൊണ്ട് തന്നെയാണ് നമുക്കത് ചെയ്യേണ്ടത് ശരിയല്ല എന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് ചെയ്യാത്തത്. ഇപ്പൊ കണ്ടോ, ഇത് മൊത്തം പോസിറ്റീവായിട്ടുള്ള കമന്റ്സുകളാണ്. അത് ആൾക്ക് എത്രത്തോളം വലിയ ഒരു ആശ്വാസം കിട്ടിയിട്ടുണ്ടാവും. പിന്നെ ഇത് എന്തൊരു ആ ഒരു മനുഷ്യന്റെ അവസ്ഥയെ വെച്ചിട്ടുള്ള രീതിയിലാണ് പറയുന്നത് കേട്ടോ. അത് വെച്ച് നോക്കുമ്പോൾ ആൾക്ക് ഇത് ഭയങ്കരമായിട്ടുള്ള റിലീഫ് തന്നെയായിരിക്കും. അപ്പൊ നമുക്ക് കിട്ടിയ അതേ റിലീഫ് ആൾക്കും കിട്ടിയിട്ടുണ്ട്. പിന്നെ അത് തന്നെ ഇനിയിപ്പോ അങ്ങനെ ഒരു അസുഖം ഉണ്ടെങ്കിൽ അത് തന്നെ ഭയങ്കരമായിട്ടുള്ള ഒരു പോസിറ്റീവാ. പകുതി മാറിയിട്ടുണ്ടാവും ഇപ്പൊ ഇങ്ങനത്തെ സംഭവത്തിന് ഇങ്ങനെ കേൾക്കുമ്പോ. നല്ലത് ഉദ്ദേശിച്ച് സതുദ്ദേശത്തോടെയാണ് എന്ത് ചെയ്യണമെങ്കിലും ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതൊക്കെ ഓക്കെ ആക്കാം. അല്ലാതെ അവരുടെ ലക്ഷ്യങ്ങളിൽ അവർക്ക് അത് റീച്ച് എത്തണം, ഇങ്ങനെയുള്ള ന്യൂസ് എക്സ്ക്ലൂസീവായിട്ട് ഞാൻ ആദ്യം പുറത്തു വിടണം എന്നുള്ള ചിന്ത കാരണമൊക്കെ ഓരോരുത്തർ പുറത്തു വിടുന്ന കാണുമ്പോൾ ശരിക്കും പുച്ഛം തോന്നിട്ടോ. അത് പുച്ഛിക്കേണ്ട സാധനം തന്നെയാണ്. എന്താണെങ്കിലും ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ.